ഇപ്പൊ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ഇതേപോലെ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്കിപ്പോ ഇതൊക്കെ എങ്ങനെ നശിപ്പിച്ച് കളയാം എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ചെറിയൊരു പഴയ തുണി വെച്ചിട്ട് നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പ് 100 ഇരട്ടിയാക്കാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പഴയ തുണി വെച്ചിട്ട് 2 ഉപകാരങ്ങളുണ്ട്. അതായത് നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പ് കൂട്ടാന്ന് പറഞ്ഞാൽ പൂക്കള് ഒന്നും കൊഴിയാതെ എല്ലാം കായായി കിട്ടാനായിട്ട് ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ഒരുപാട് വളങ്ങളൊന്നും ഇല്ലാതെ അതായത് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ഇരട്ടി വിളവെടുപ്പ് നടത്താനായിട്ടും പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ തക്കാളി കൃഷി ചെയ്യണവര് കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, അതെന്താന്ന് നോക്കാം. അപ്പൊ ഇതേപോലെ പഴയൊരു കോട്ടന്റെ തുണി അത് കരുതി വെച്ചോളൂ കേട്ടോ. എല്ലാവരും കോട്ടന്റെ തുണി വേണം, അതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി പോട്ടി മിക്സ്, നമുക്കറിയാം എല്ലാം, പ്രത്യേകിച്ച് റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ ധാരാളമായിട്ട് ചേർക്കണം ആ വേപ്പിൻ പിണ്ണാക്കൊക്കെ. അപ്പോൾ പിന്നെ ഡോളോമേറ്റിന്റെ കാര്യം പറയണ്ടല്ലോ, ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ഇതെല്ലാം ചേർത്ത് നല്ല പൊടിഞ്ഞ നല്ല അടിപൊളി പോട്ടി മിക്സ് വേണം. പിന്നെ നമുക്ക് എന്താണ് മഞ്ഞക്കെണി അല്ലേ, മഞ്ഞക്കെണി നമ്മളവിടെ കെട്ടി തൂക്കിയിടണം. അപ്പൊ മഞ്ഞക്കെണി എങ്ങനെയാണ് കെട്ടി തൂക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പൊ മഞ്ഞക്കെണി വേണം, പോട്ടി മിക്സ് വേണം. അതുപോലെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ബോറോൺ അല്ലേ. അത് കായ പിടിക്കാൻ തുടങ്ങുമ്പോൾ കായ ശരിക്കും ഉണ്ടാവില്ല, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുക, വിണ്ട് കീറുക. അപ്പൊ അതിനുള്ള പ്രശ്നത്തിനൊക്കെ നല്ല പരിഹാരമാണ് എന്ത്, ബോറോൺ. അപ്പൊ ഇത് സ്പ്രേ ചെയ്യണ ബോറോണാണ്. വളരെ കുറവ് അളവ് മതി, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പക്ഷെ ഇതിന്റെ കുറവ് വളരെയധികം നമ്മുടെ ചെടീനെ ബാധിക്കും. അപ്പൊ ഇതും ഒന്ന് കരുതി വെക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം ഈ പഞ്ചസാര പോലെയുള്ള സംഭവം അല്ലെ, എപ്സം സോൾട്ട്. ഇപ്പൊ ഏത് കൊച്ചു കുട്ടികൾക്കും അറിയണതാണ് ഇത്. അപ്പൊ ഇതും അതെ നമുക്ക് അത്രയും അത്യാവശ്യമാണ്. ഇപ്പൊ അതിന്റെ അടിഭാഗമൊക്കെ കറക്കുക, പൂക്കളൊക്കെ കൊഴിയുക, കായൊന്നും പിടിക്കാതിരിക്കുകയൊക്കെ ഇതിന്റെ കുറവാണ്. അപ്പൊ ഇതൊക്കെ കൊടുത്തു. പക്ഷെ നമ്മള് മണ്ണിൽ ഈ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തക്കാളിയെ നോക്കേ വേണ്ട. കാരണം ഈ ഡോളോമേറ്റിന്റെ ഗുണം എന്ന് പറയുന്നത് കാൽസ്യം ഒന്നാമത്, രണ്ടാമത് എന്താണ് മണ്ണിന്റെ pH. അപ്പം നമ്മുടെ തക്കാളിയിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് അത് മണ്ണിൽ നിന്ന് ധാരാളമായിട്ട് വലിച്ചെടുക്കും. അപ്പൊ നമ്മളിത് 15 ദിവസം കൂടുമ്പോൾ കൊടുത്തെങ്കിൽ മാത്രമാണ് മണ്ണിൽ നിന്ന് എന്ത് വളം കൊടുത്താലും വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതും കൂടെ കരുതി വെക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കരുതി വെച്ചു കഴിഞ്ഞാല് തക്കാളി കൃഷി വിജയിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് തക്കാളി കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാലോ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം, കോട്ടന്റെ തുണി തന്നെ വേണം, അത് പറഞ്ഞിരിക്കണോ. ചെറിയൊരു കഷ്ണം, നമുക്കിപ്പോ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഞാനിപ്പോ എടുക്കുകയാണ്. അത് നമുക്ക് പൂക്കൊഴിച്ചിലൊക്കെ തടഞ്ഞ് തക്കാളി ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ട് ഈ ചെറിയ കഷ്ണം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കിത് ആക്കണേക്കാൾ മുമ്പ് മഞ്ഞക്കെണി എങ്ങനെയാണ് കെട്ടിയിടുക എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയാണ് മഞ്ഞക്കെണി കിട്ടുക. അപ്പൊ അതിന്റെ അതേ മുകളിലത്തെ ഇതുണ്ടല്ലോ, ആ കവർ നമ്മള് മാറ്റി കളയണം കേട്ടോ. മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പശയോട് കൂടിയിട്ടുള്ള ഇതിങ്ങനെ കിട്ടും. ഇതിന് അത്ര വിലയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ കളറുള്ള എന്തെങ്കിലും ഇതില് നിങ്ങൾ ആവണക്കെണ്ണയോ മറ്റോ അപ്ലൈ ചെയ്തിട്ട് ആക്കിയാലും മതി. പക്ഷെ ഇതാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതാണ്. അപ്പൊ ഇതേപോലെ ഒരു വള്ളി കിട്ടും. ഇല്ല അച്ഛൻ നമുക്ക് എന്തെങ്കിലും ഒരു വള്ളി വെച്ചിട്ട് കെട്ടാം, അതൊന്നും പ്രശ്നമില്ല. ഇതിന് കണ്ടോ 3 ഹോളുണ്ട്. അപ്പോൾ അതിൽ 3ലും വേണമെങ്കിൽ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നടുവിൽ മാത്രമായിട്ട് ആക്കാം. നമ്മളിപ്പോൾ ആ നടുവിലത്തെ അതില് ഇതാക്കിയിട്ട് ഇതിവിടെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ വേണമെന്നില്ല, പക്ഷെ ഈ ഹോളിൽ എങ്ങനെയാണെങ്കിലും ആക്കിയാൽ. പക്ഷെ നമ്മുടെ തക്കാളി തോട്ടം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിൽ ഒരു മഞ്ഞക്കണി നിർബന്ധമാണ് കേട്ടോ. പിന്നെ നമ്മള് ഒരു ചെറിയ കഷ്ണം കോട്ടന്റെ തുണി എടുത്തല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ തക്കാളിയിൽ ഇപ്പൊ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇപ്പൊ ഇതിൽ നമുക്ക് പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ പലരും പറയുന്ന ഒരു പ്രശ്നം, പൂക്കളൊന്നും കായാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ ഇതിങ്ങനെ കോട്ടന്റെ തുണി എടുക്കുക. അത് കാലത്ത് നേരാണ്, അതായത് നമ്മൾ ഒരു 7-7:30 മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് വളരെ നേരത്തെ ചെയ്യണം. കോട്ടന്റെ തുണി എടുത്ത് നമ്മുടെ തക്കാളി തോട്ടത്തിൽ പോയിട്ട് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അവിടെ ഇട്ട് ആ തണ്ടുമ്മ പതിയെ ഇത് വെച്ചിട്ടൊന്ന് പിടിക്കുക. ഈ തുണി വെച്ച് തണ്ടുമ്മ പിടിച്ചിട്ട് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കുക. കണ്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഈ പൂക്കളൊന്നും കൊഴിയാതെ എല്ലാം കായായി കിട്ടും. നമ്മൾ ഈ തുണി വെക്കാതെ നേരിട്ട് ഒരു കാരണവശാലും പിടിക്കരുത്, അത് മറക്കരുത്. ഈ ഒരു കോട്ടന്റെ തുണി വെച്ച് നമ്മളിങ്ങനെ പിടിച്ച്
ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അതും കാലത്ത് 7:30 മുന്നേ വേണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൊഴിച്ചിലൊക്കെ തടഞ്ഞ് എല്ലാം കായായി കിട്ടും കേട്ടോ. അപ്പൊ അതാണ് തുണി കൊണ്ടുള്ള ഒരു ഗുണം. അടുത്തത് നമുക്ക് നോക്കാം. നമ്മളിത് ഒരു ഗ്രോ ബാഗ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യണത് എന്താണ്, ആ ഗ്രോ ബാഗിലാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചട്ടിയിലോ നിലത്തോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ ഗ്രോ ബാഗാണ് എടുത്തിരിക്കണേ. അതിലേക്ക് നമുക്ക് ഈ തുണി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിടണം. വളരെ ചെറിയ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തിടാനായിട്ട്. കോട്ടൻ്റെ തുണി വേണം, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് കുറേ തുണികൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരുപാടൊന്നും ഇടരുത്. ഒരു ഡ്രസ്സൊക്കെ മതി നമുക്ക്. അപ്പം അത് നമ്മൾ മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ആ ഗ്രോ ബാഗിലോട്ട് അല്ലെങ്കിൽ ചട്ടിയിലോട്ട് ഇടാനായിട്ട്. ഇപ്പം ചെറിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് മുഴുവൻ വേണ്ട, അതിൻ്റെ പകുതി ഭാഗം നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പം നമ്മുടെ അത്യാവശ്യം നല്ല വലിയൊരു ഗ്രോ ബാഗ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇതിലേക്ക് ഇത് ഫുള്ളും എടുത്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടാണ്. നിങ്ങൾക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിടാം. പക്ഷെ നമുക്ക് ഇതിങ്ങനെ കീറുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ നമുക്ക് പഴയ കുറേ ഡ്രസ്സുകൾ ഉണ്ടാവൂല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇതേ നമ്മളിതേ ഇതിന്റെ അടിയിൽ ചെറിയതാക്കിയിട്ട് ഇട്ടു കണ്ടു. അപ്പൊ നമ്മള് കരിയിലൊക്കെ ഇടുമല്ലോ അല്ലെ, അതിന് പകരമായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. കോട്ടന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ അലിഞ്ഞ് പോയിക്കോളും. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പോട്ടി മിക്സ് ഉണ്ടല്ലോ, അത് അതിലോട്ട് ഇടാം. എത്രയാണോ നമ്മളൊരു ഗ്രോ ബാഗിൽ സാധാരണ ഇടുക അതേപോലെ തന്നെ നമുക്ക് അതിലോട്ട് ഇടാം കണ്ടു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുലുക്കി കൊടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ തുണിയാണ് ഇട്ടുന്നുള്ളതൊന്നും ചിന്ത വേണ്ട. നമ്മൾ അതിന്റെ അടിയിൽ കരിയാല ഇട്ടു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതേ പോട്ടി മിക്സ് എടുത്തു, അതിലിട്ടു. എന്നിട്ട് നമ്മൾ നടുവിലൊരു കുഴി എടുത്തിട്ട് നമ്മൾ തക്കാളിയോ മുളകോ എന്ത് ചെടിയാണെങ്കിലും നമുക്ക് നടാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ എന്താ പറയാ, വെള്ളം പിടിച്ചു നിർത്താനായിട്ട് വളരെ സഹായിക്കും തുണി അല്ലേ. അപ്പോൾ നല്ല ഈർപ്പുണ്ടാവും. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊന്നും അങ്ങനെ തന്നെ പോവില്ല, അതിൽ തങ്ങി നിൽക്കും. അതും വലിയൊരു ഗുണമാണ്. കോട്ടന്റെ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടിക്കോളും. മാത്രമല്ല നമുക്ക് അത് ഇട്ടതുകൊണ്ട് കുറവളവ് പോട്ടി മിക്സ് മതി. കണ്ടു, നമുക്ക് കുറച്ചളവ് പോട്ടി മിക്സേ വേണ്ടി വന്നുള്ളൂ. അപ്പൊ ഈ കോട്ടന്റെ തുണി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പരാഗണം നടത്താനും വളരെ നല്ലതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാവും. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.